ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്കിന്ന് നാരായണീയത്തിൽ 1-ാം ദശകത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ചൊല്ലാട്ടോ. 5-ാമത്തെ ശ്ലോകം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഃ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. പദച്ഛേദം. നിർവ്യാപാരഃ അപി നിർവ്യാപാരോപി നിഷ്കാരണം അജ നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം യത് ക്രിയാം ഈക്ഷണാഖ്യാം യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി തേന ഏവ തേനൈവ തേനൈവ ഉദേതി തേനൈവോദേതി ലീനാ പ്രകൃതിഃ അസതി കൽപ്പാ അപി പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഃ സംശുദ്ധം അംശം തസ്യാഃ സംശുദ്ധം തസ്യാഃ സംശുദ്ധം അംശം തസ്യാഃ സംശുദ്ധമംശം കമപി കം അപി കമപി തമതിരോധായകം തം അതിരോധായകം സത്വരൂപം സഹ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം കേട്ടോ. ഇതിൽ 1-ാമത്തെ വരിയിലുണ്ട് എന്ത് അജ എന്നൊരു വാക്കുണ്ട് അല്ലേ. അജ നിഷ്കാരണമജ അജ അജ എന്ന് വെച്ചാൽ ജനിക്കാത്തവനെ എന്നർത്ഥം. ഭഗവാൻ ജനിച്ചതല്ല, ഇവിടെ ഉള്ളതാണ്, സ്വതവേ ഉള്ള ആളാണ് ഭഗവാൻ. ഭഗവാന് ജനനമില്ല മരണമില്ല എന്ന് പറയുന്നത്. അദ്ദേഹം അജനാണ്, അനാദിയാണ്, അനന്തനാണ്. ത്വം ത്വം എന്ന് വെച്ചാൽ നീ, അങ്ങ് ഭഗവാനെ അല്ലയോ ഭഗവാനെ അങ്ങ്. നിർവ്യാപാരഃ അപി നിർവ്യാപാരഃ വ്യാപാരമൊന്നും ചെയ്യാത്തവൻ എന്ന് വെച്ചാൽ ഒരു ചേഷ്ടയും ഇല്ലാത്തവൻ എന്നർത്ഥം. നിർവ്യാപാരഃ അപി ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എങ്കിലും. നിഷ്കാരണം നിഷ്കാരണം എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു കാരണവും കൂടാതെ. ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ ഈക്ഷണം എന്ന് വെച്ചാൽ നോട്ടം, കടാക്ഷം എന്ന ആഖ്യ പേര്. ഈക്ഷണം എന്ന കടാക്ഷം എന്നു പേരുള്ള ഒരു ക്രിയയെ, ഒരു പ്രവൃത്തിയെ, ചേഷ്ടയെ ഭജസേ ഭജിക്കുന്നു, കൈക്കൊള്ളുന്നു. യത് എന്നത് യാതൊന്നാണോ. ഭഗവാൻ നിർവ്യാപാരനാണ്, ഒരു ചേഷ്ടയുമില്ല, അവിടെ അനങ്ങാതെ നിന്ന് ഈക്ഷണം മാത്രം എല്ലാവരിലും ചെയ്യുന്നു, നോട്ടം മാത്രം അർപ്പിച്ച് നിൽക്കുകയാണ് ഭഗവാൻ. അപ്പോൾ അങ്ങ് നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണം ഒരു കാരണവും കൂടാതെ, വ്യക്തമായ ഒരു കാരണവും കൂടാതെ. ഈക്ഷണാഖ്യാം ക്രിയാം ഈക്ഷണം കടാക്ഷം എന്ന ഒരു ക്രിയയെ, ഒരു ചേഷ്ടയെ ഭജസേ ഭജിക്കുന്നു, കൈക്കൊള്ളുന്നു. യത് എന്നത് യാതൊന്നാണോ. തേന ഏവ തേനൈവ അതുകൊണ്ട് തന്നെ, അതിനാൽ തന്നെ. അസതി കൽപ്പ അപി ലീനാ പ്രകൃതിഃ അസതി കൽപ്പ അപി സത്ത് എന്ന് വെച്ചാൽ ഉള്ളത് എന്നർത്ഥം. അസത്ത് എന്ന് വെച്ചാൽ ഇല്ലാത്തത് എന്നർത്ഥം. അസതി കൽപ്പ കൽപ്പം തോന്നിക്കുന്ന എന്നർത്ഥം. അസതി കൽപ്പ എന്ന് വെച്ചാൽ ഇല്ലാത്തതായി തോന്നിയിരുന്നു. അഭി എങ്കിലും
ലീനാ പ്രകൃതി, പ്രകൃതി ലീനയായിരിക്കുകയാണ്. അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന ലീനമായിരിക്കുന്ന പ്രകൃതി മായ. മായ എന്നും പ്രകൃതി എന്ന് പറഞ്ഞ സാധനം ഇല്ല ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഇല്ലാത്തതാണ് എന്ന് തോന്നിയിരുന്നുവെങ്കിലും ആ മായ, അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന ആ പ്രകൃതി, ആ മായ കൽപ്പാദികാലേ, കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ, കൽപ്പം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണത്രേ ഒരു കൽപ്പം എന്ന് പറയുന്നത്. 1000 ചതുർയുഗങ്ങളാണ് ഒരു കൽപ്പമത്രേ. കൽപ്പാദികാലേ, കൽപ്പത്തിൻ്റെ ആദ്യത്തിൽ തന്നെ, ആദ്യ ഭാഗത്ത്, സൃഷ്ടിയുടെ ആദ്യ ഭാഗത്ത് എന്നർത്ഥം. ഉദേതി, ഉദിക്കുന്നു എന്ന് വെച്ചാൽ ഉയിർത്തെഴുന്നേൽക്കുന്നത് എന്നർത്ഥം. ഹേ അജ, അല്ലയോ അജനായിട്ടുള്ളവനെ, ത്വം അങ്ങ്, നിർവ്യാപാരഃ അഭി സ്വതവേ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എങ്കിലും, നിഷ്കാരണം വ്യക്തമായ ഒരു കാരണവും കൂടാതെ, ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, ഈക്ഷണം എന്ന, കടാക്ഷം എന്ന, നോട്ടം എന്ന ഒരു പ്രവൃത്തി മാത്രം ചെയ്യുന്നു എന്നുള്ള യാതൊന്നാണോ, തേനൈവ അതുകൊണ്ട് തന്നെ, അസതി കൽപ്പ അഭി ലീനാ പ്രകൃതി കൽപ്പാദികാലേ ഉദേതി. അസതി കൽപ്പ അഭി ഇല്ലാത്തതാണ് എന്ന് തോന്നിയിരുന്നു എങ്കിലും, ലീനാ പ്രകൃതി അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി, അതായത് മായ, കൽപ്പാദികാലേ കൽപ്പത്തിൻ്റെ ആദിയിൽ, തുടക്കത്തിൽ, ഉദേതി ഉയിർത്തെഴുന്നേൽക്കുന്നു. അടുത്ത 2 വരികൾ നോക്കാം. തസ്യാഹ അതിൻ്റെ, ആ മായയുടെ എന്നർത്ഥം. നേരത്തെ പറഞ്ഞല്ലോ ഭഗവാന്റെ ലയിച്ചു ചേർന്ന മായ കൽപ്പാദികാലത്ത് ഉദിച്ചു വരികയാണ്. ആ മായയുടെ സംശുദ്ധം അംശം, ശുദ്ധമായ, പരിശുദ്ധമായ, കലർപ്പില്ലാത്ത ഒരംശം, കമബി അംശം, ഒരു അംശം. ആ അംശം എങ്ങനെയുള്ളതാണ്? തം അതിരോധായകം. ആ തിരോധായകം എന്ന് വെച്ചാൽ ഒന്നിനെയും മറയ്ക്കാത്തതായ ആ അംശം, സത്വരൂപം, സത്വഗുണത്തിൻ്റെ രൂപത്തിലുള്ള ആ അംശം, ധൃത്വ ധരിച്ചിട്ട്, സഹാത്വം അങ്ങനെയുള്ള അങ്ങ്, രൂപം ദധാസി രൂപം ധരിക്കുന്നു. സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ, തനിക്ക് അപാരമായ ഒരു മഹിമയുണ്ട് എന്നതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ, വൈകുണ്ഠ വൈകുണ്ഠവാസിയായ ഭഗവാനെ, ഗുരുവായൂരപ്പ, മഹാവിഷ്ണു, സഹാത്വം അങ്ങനെയുള്ള നീ, അങ്ങനെയുള്ള അങ്ങ്. സഹ എന്ന് വെച്ചാൽ അവൻ എന്നർത്ഥമുണ്ട്, സഹാത്വം എന്ന് വെച്ചാൽ അവൻ, നീ എന്നല്ല, അങ്ങനെയുള്ള നീ, അങ്ങനെയുള്ള അങ്ങ്. തസ്യാഹ അതിരോധായകം സംശുദ്ധം സത്വരൂപം, അതിൻ്റെ, ആ മായയുടെ, അങ്ങയിൽ ലീനമായിരിക്കുന്ന ആ മായയുടെ, അതിരോധായകം ഒന്നിനെയും മറയ്ക്കാത്തതും, സംശുദ്ധം കലർപ്പില്ലാത്തതും ശുദ്ധമായതുമായ, സത്വരൂപം സത്വഗുണം എന്ന രൂപത്തിലുള്ള, കമബി അംശം ധൃത്വ ഒരു അംശത്തെ, സത്വസ്വരൂപമായ അംശത്തെ ധരിച്ചിട്ട്, രൂപം ദധാസി രൂപത്തെ കൈക്കൊള്ളുന്നു എന്നർത്ഥം. അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ അജ, അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എങ്കിലും, വ്യക്തമായ ഒരു കാരണവും കൂടാതെ കടാക്ഷം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ, അതിനാൽ തന്നെയാണ് ഇല്ലാത്തതായി തോന്നിയിരുന്നു എങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ, വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു, അങ്ങനെയുള്ള അങ്ങ്, ആ മായയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും കലർപ്പില്ലാത്തതുമായ സത്വഗുണം എന്ന രൂപത്തിലുള്ള അംശത്തെ സ്വീകരിച്ച് ഒരു രൂപം, അതായത് വിഗ്രഹം കൈക്കൊള്ളുന്നു എന്ന് അർത്ഥം.
ഒന്നുകൂടി ചൊല്ലി നോക്കാം നമുക്ക്. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യൽക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപാ അപി കൽപാദികാലേ തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സ ത്വം ധൃത്വാ ദധാസി സ്വമഹിമവിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തഃസിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. പദച്ഛേദം. തത് തേ തത്തേ പ്രത്യഗ്രധാരാധര ലളിത കലായാവലീ കേളികാരം. ഒറ്റ വാക്കാണ്. പ്രത്യഗ്രധാരാധര ലളിത കളായാവലീ കേളികാരം എന്ന് ഒറ്റ പദമാണ്. ലാവണ്യസ്യൈകസാരം അത് 2 വാക്കാണ്. ലാവണ്യസ്യ ഏകസാരം, ലാവണ്യസ്യൈകസാരം, ലാവണ്യസ്യ ഏകസാരം. സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം എന്ന് ഒറ്റ വാക്കാണ്. പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹം അന്തഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുഃ അനുകലയേ മാരുതാകാരനാഥ. ഒറ്റവാക്ക്. ഇതിൽ ക്രിയാപദം അനുകലയേ എന്നാണ് കേട്ടോ. അനുകലയേ എന്ന് വെച്ചാൽ ഞാൻ സ്മരിക്കുന്നു. സ്മരിക്കാൻ വെച്ചാൽ മനസ്സിൽ ചിന്തിക്കുന്നു. എന്താണ് ഞാൻ ഓർക്കണത്? വപുഹു, വപുഹു, വപുസ് ശരീരം. ഞാൻ ഈ ശരീരമാണ് ഓർക്കുന്നത്. ആരുടെ ശരീരം? തേ അങ്ങയുടെ, നിൻ്റെ ശരീരം ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. തത് തേ വപുഹു, തേ നിൻ്റെ, തത് വപുഹു ആ വപുസ്, അനുകലയെ അങ്ങയുടെ ആ ശരീരം, ഭഗവാന്റെ വിഗ്രഹം ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. എങ്ങനെയുള്ള വിഗ്രഹമാണ് ഭഗവാന്റെ? പ്രത്യഗ്രധാരാധര ലളിത കലായാവലീ കേളികാരം. പ്രത്യഗ്രം എന്ന് വെച്ചാൽ പുതിയ, ധാരാധരം എന്ന് വെച്ചാൽ, ധാര എന്ന് വെച്ചാൽ ഒഴുക്ക്, ജലധാര എന്നൊക്കെ പറയില്ലേ, വെള്ളത്തിൻ്റെ ഒഴുക്കിന് ധാര എന്ന് പറയാം. ധാരാധരം, ധാരയെ ധരിക്കുന്നത് മേഘം. പ്രത്യഗ്രധാരാധരം പുതിയ കാർമേഘം എന്നർത്ഥം. പ്രത്യഗ്രധാരാധര ലളിത, ലളിതം ച മനോഹരമായ, കലായാവലി കേളികാരം, കലായം കായാമ്പൂവ്, കലായാവലി കായാമ്പൂവിൻ്റെ സമൂഹം, കൂട്ടം, കുല എന്നൊക്കെ അർത്ഥം. കേളികാരം കേളി ചെയ്യുന്ന എന്നുവെച്ചാൽ ഭംഗിയുള്ള എന്നർത്ഥം, കളിയാടുന്ന എന്നർത്ഥം. പുതിയ കാർമേഘത്തിൻ്റെയും മനോഹരമായ കായാമ്പൂവിൻ്റെയും കളിയാട്ടം പോലെ നിറമാർന്ന, എന്നുവെച്ചാൽ നമുക്ക് ഏകദേശം ഊഹിക്കാം കൃഷ്ണൻ്റെ നിറം എന്താണെന്നല്ലേ. ലാവണ്യസ്യ ഏകസാരം, ലാവണ്യം സൗന്ദര്യത്തിൻ്റെ ഏകസാരം സാരാംശവും. സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം, സുകൃതി ജനങ്ങൾ, സുകൃതം ചെയ്ത ജനങ്ങൾ, പുണ്യശാലികളുടെ ദൃശാം ദൃക്കുകൾക്ക്, കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരവും പുണ്യത്തിൻ്റെ പൂർത്തീകരണവും. പിന്നെ ലക്ഷ്മീ നിശങ്കലീലാനിലയനം, ലക്ഷ്മിക്ക്, മഹാലക്ഷ്മിക്ക് നിശങ്കം ഒരു ശങ്കയുമില്ലാതെ ലീല ചെയ്യാനായിട്ട്, കളിയാടാനായിട്ടുള്ള ഒരു നിലയം, നിലയനം, ഒരു വീട്. മഹാലക്ഷ്മിക്ക്
നിശങ്കം യാതൊരു സംശയവും കൂടാതെ ഒരു പേടി കൂടാതെ ധൈര്യമായിട്ട് കളിയാടാനുള്ള ഒരു രംഗമാണ്. സിഞ്ചൽ സഞ്ചിന്തകാനാം അന്തഃ അമൃതസ്യന്ത സന്തോഷം. സഞ്ചിന്തകാനാം ധ്യാനിക്കുന്ന ചിന്തിക്കുന്നവരുടെ അന്തഃ ഉള്ളിൽ അമൃതസ്യന്ത സന്തോഷം അമൃതധാരയെ വർഷിക്കുന്നത്. സന്തോഷം എന്ന് വെച്ചാൽ കറന്നെടുക്കുന്നത് എന്നർത്ഥമുണ്ട്. സന്തോഹനം ദോഹനം ചെയ്യുക കറക്കുക എന്നർത്ഥമുണ്ട്. അമൃതസ്യന്തത്തെ അമൃതധാരയെ കറന്നെടുക്കുക എന്ന് വെച്ചാൽ വർഷിക്കുന്നത് എന്നർത്ഥം. ചിന്തിക്കുന്നവരുടെ ധ്യാനിക്കുന്നവരുടെ മനസ്സിൽ അമൃതമഴ പൊഴിക്കുന്നതുമായ തേ വപുഹു തേ നിൻ്റെ അങ്ങയുടെ തത് വപുഹു ആ വപുസ് അനുകലയെ ഞാൻ സ്മരിക്കുന്നു എന്ന്. അവസാനം പറയുന്ന വാക്ക് മാരുതാകാരനാഥ സംബോധനയാണ്. അല്ലയോ മാരുതാകാരനാഥ വായൂരപ്പ, അല്ലയോ ഗുരുവായൂർ. മാരുതൻ വെച്ചാൽ വായു അല്ലേ, ആകാരം എന്ന് വെച്ചാൽ വീട് എന്നർത്ഥമുണ്ട്. മാരുതാകാരം വായു വീട് എന്ന് വെച്ചാൽ വായൂര്. വായൂരിൻ്റെ അപ്പ മാരുതാകാര നാഥ, അല്ലയോ ഗുരുവായൂരപ്പ, തേ അങ്ങയുടെ തത് വപുഹു ആ ശരീരം ഞാൻ മനസ്സിൽ എപ്പോഴും സ്മരിക്കുന്നു എന്നർത്ഥം. എങ്ങനെയുള്ള ശരീരം എന്നാണ്. ബാക്കി എല്ലാ വാക്കുകളും ആ ശരീരത്തിൻ്റെ വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? പുതിയ കാർമേഘത്തിൻ്റെയും മനോഹരമായ കായാമ്പൂവിൻ്റെയും കളിയാട്ടം പോലെ നിറമാർന്നതും മനോഹരമായിട്ടുള്ളതും സൗന്ദര്യത്തിൻ്റെ സാരാംശവുമായ സുകൃതിജനങ്ങളുടെ കണ്ണുകൾക്ക്, പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പുണ്യത്തിൻ്റെ പൂർത്തീകരണവും, മഹാലക്ഷ്മിക്ക് നിശങ്കം കളിയാടാനുള്ള ഒരു വേദിയും, ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതസ്യന്തം പൊഴിക്കുന്നതും അമൃതമഴ പൊഴിക്കുന്നതും ആയ അങ്ങയുടെ ശരീരം, അങ്ങയുടെ ആ വപുസ് ഞാൻ അനുകലനം ചെയ്യുന്നു, ചിന്തിക്കുന്നു, സ്മരിക്കുന്നു. എപ്പോഴും ഞാൻ അങ്ങയുടെ ആ ശരീരത്തെ ഓർക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, പുതിയ കാർമേഘത്തിൻ്റെ ശോഭയോടുകൂടിയതും മനോഹരമായ കായാമ്പൂവിൻ്റെ ഭംഗിയുള്ളതും സൗന്ദര്യ സാരാംശവും ഫലേച്ഛ കൂടാതെ കർമാനുഷ്ഠാനം ചെയ്യുന്ന പുണ്യശാലികളുടെ പുണ്യത്തിൻ്റെ മൂർത്തീകരണവും, അവരുടെ പുണ്യം ഒരു മൂർത്തിയായിട്ട് ഒരു വിഗ്രഹമായിട്ട് തീർന്നതാണ് ഭഗവാൻ എന്ന് പറയണത്. ഐശ്വര്യദേവതയുടെ നിർവിഘ്നമായ ലീലാവിലാസങ്ങൾക്ക് രംഗവും, ഭഗവത് സ്വരൂപത്തെ ഉപാസിക്കുന്ന ജനങ്ങൾക്ക് ബ്രഹ്മാനന്ദ രസപ്രവാഹ വർഷവും ആയി ഇരിക്കുന്ന ആ ശുദ്ധ സത്വമയമായ ദിവ്യമംഗള വിഗ്രഹത്തെ ഞാൻ സദാ സ്മരിക്കുന്നു എന്ന് ചൊല്ലി നോക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. അപ്പം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ അടുത്ത ശ്ലോകം ചൊല്ലാം.